നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഒരു ദിവസം കയറിയെങ്കിൽ ഒരു ദിവസം വീഴണം. ഇന്ന് ഗോൾഡിന്റെ വില ഇറങ്ങിയിട്ടുണ്ട്. കാരണം യുദ്ധം നിശ്ചയമാണ്. ഇപ്പൊ 100, 200 രൂപയൊക്കെ അവിടെ ഇവിടെ മൂവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈച്ച് പാസിംഗ് ഡേയിൽ നമ്മളെ ഫ്ലോർ ഇന്നും സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നു. രൂപ അതിപാതാളത്തിൽ ചെന്നുകൊണ്ടിരിക്കുന്ന കാരണം ഉള്ള ഗോൾഡ് സ്റ്റഡി ആയിരിക്കുന്ന കാരണം നമുക്ക് അതിനെക്കുറിച്ച് വിഷമം വേണ്ട. നിൽക്കുന്ന ഒരു സ്ഥിതിക്ക് ഗോൾഡ് വളരെ കൂടുതലായിട്ട് ക്രാഷ് ആകുമോ എന്ന് ചോദിച്ചാൽ കുറേ കുറവാണ്. ഇതുപോലെ ഒരു 100, 200 രൂപയിൽ ഒരു വേരിയേഷൻസ് ഉണ്ടാകാം. ഒരുപാട് യുദ്ധം വന്നിപ്പോൾ ഒരു 500 രൂപ കുറയാം. യുദ്ധത്തിന് തുടങ്ങാൻ ആർക്കും ധൈര്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. യുദ്ധം തീരുവാണെങ്കിൽ ഒരു 100 രൂപ കയറും. ഒരു ദിവസം യുദ്ധം തീർന്നില്ല, സമ്മതിച്ചില്ല എന്നാൽ അങ്ങനെ അത് പോകും. ഇത് ഇന്തോ പാകിസ്ഥാൻ ബോർഡർ പോലെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഉള്ള ന്യൂസ് 14,122 ക്യാരറ്റും 15,380 ക്യാരറ്റും ഇപ്പോൾ കിട്ടുന്നു. വെള്ളി വന്നിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,45,000 രൂപയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂസ്. മാർക്കറ്റ് ബിഹിനിൽ തന്നെ 110 പോയിന്റ് വിളുന്നിരിക്കുന്നു. വീക്കിലിരുന്ന് 125 പോയിന്റിന്റെ അടുത്ത് വിളുന്നിട്ടുണ്ട്. താഴെ ഇറങ്ങി കിടപ്പിലാണ് ഇരിക്കുന്നത്. 24,000 ക്രോസ് ആയി ഞാൻ സംസാരിക്കുമ്പോൾ ഇന്നും ഒരു മണി നേരത്തിന്റെ ട്രേഡിംഗ് ഉണ്ട്. പക്ഷെ കയറ്റിയിട്ടാലും ഇടാം. അടിച്ച അടി ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ഒരു മോശമായിട്ടുള്ള അടിയാണ്. കാരണം ബാങ്ക് നിഫ്റ്റി താഴെയാണ് ഇരിക്കുന്നത്. ഐടിയും ഇന്നും താഴെയാണ് ഇരിക്കുന്നു. ഒക്കെ ഫ്ലാറ്റ് ആയിരിക്കുന്നു. അവലെ റിസൾട്ട് നന്നായിരുന്ന കാരണം തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 7% കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലും 2% മുകളിൽ കയറിയിട്ടുണ്ട്. പിന്നെ അമർ രാജയും 2% കയറിയിരിക്കുന്നു. ഈ നെഗറ്റീവ് ന്യൂസ് ഒക്കെ ഈ മണപ്പുറത്തിൽ ഒരുപാട് വന്നായിരുന്നു. അതൊക്കെ പുഷ് ഔട്ട് ചെയ്ത് ഇപ്പോൾ 1.7% അതിലും ഒരു ഏറ്റമുണ്ട്. 1.3, കർണാടക ബാങ്ക് 1.3, ഇന്ന TCS ഇപ്പോൾ കുറച്ച് താഴെ ഇറങ്ങിയിരിക്കുന്നു. IDFC -1.2, സൈഡസ് ലൈഫ് സയൻസസ് -2.5. ഇന്നുള്ള മുഖ്യ വാർത്തകൾ എന്തെന്ന് വെച്ചാൽ അമേരിക്ക ഇറാനിൻ്റെ പ്രപ്പോസലിന് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ അറിഞ്ഞ കാര്യം തന്നെ. ഇങ്ങനെ ഒരു 3-4 ദിവസം എടുക്കും. പിന്നെ അതിൻ്റെ ശേഷം തിരികെ ഇനിയൊരു പ്രപ്പോസൽ വരും. പക്ഷേ പിന്നെ ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഒരു വഴിയായിട്ട് ഇവർ ഇങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കും എന്ന് വിചാരിച്ച ഒരു $113 ബില്യൺ കഴിഞ്ഞാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ $130 ബില്യൺ കഴിഞ്ഞ് പോകുന്നു. ഇത് 14 ബില്യൺ ബാരൽ പെർ ഡേ. 1 ബില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം ബാരലാണ്. സപ്ലൈ കുറഞ്ഞ കാരണം ഡിമാൻഡും താഴെ വന്ന് അഡ്ജസ്റ്റ് ആവണം എന്നാണ് പറയുന്നത്. ഇത് കാരണം നമുക്ക് എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ, അതായത് നമുക്കിരിക്കുന്ന ഈ സിലിണ്ടറിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഇത് സോൾവ് ആകുന്നത് പോലെ അല്ല. ഈ സിലിണ്ടർ പ്രോബ്ലം ഡൊമസ്റ്റിക്കിനും പോകാം. സാധനങ്ങളുടെ വില ഒക്കെ കയറും. ഇത് കാരണം ഗ്ലോബൽ ഗ്രോത്ത് കുറയാം. ആൾറെഡി വളരെ വീക്കായിരുന്ന എക്സ്പോർട്ട് ഇന്നും കുറച്ച് വീക്കാകും. ഈ രൂപയിന് ഗ്രാവിറ്റി ഇളുക്കും. ഫെർട്ടിലൈസറിന് വളരെ പാടാണ്. ജൂൺ മാസത്തിൽ മോൺസൂൺ വരും. മോൺസൂൺ സമയം നമുക്ക് നല്ല മഴ കാണത്തില്ല. ഇവിടെ ഒരു വശത്തിൽ മഴ നല്ലായിരുന്നാലും നമുക്ക് അതിനൊപ്പം ഇടേണ്ട ഫെർട്ടിലൈസർ കിട്ടൂല. എവിടെയെങ്കിലും ഫെർട്ടിലൈസർ ഒപ്പിക്കാമെന്ന് നോക്കിയാൽ സബ്സിഡി കയറും. മിനിമം 20-25% വരയ്ക്കും നമ്മളെ ഡെഫിസിറ്റ് കയറും. ഇത് കാരണം ഗവൺമെൻറ് ഇന്നും കടൻ വാങ്ങും. ഇത് കാരണം വട്ടിയുടെ വിഹിതം കയറും. പിന്നെ ഈ ബോണ്ടും കയറും. ഇതൊക്കെ കണ്ടിന്യൂ ആകുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കും. ഇത് തന്നെ അവർ പറഞ്ഞത്. ഇത് നിങ്ങളടുത്ത് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രൂപ 95 ക്രോസ് ചെയ്യും, ശതത്തിന് പോകും. നമ്മളെ ആ ശതത്തിന് അടിക്കാൻ വിടാം. അപ്പം ഇങ്ങനെ ഒരു $20 ബില്യൺ വേസ്റ്റ് ചെയ്തുകൊണ്ട് ശതത്തിന് വിടണോ എന്ന ഒരു ചോദ്യമുണ്ട്. മ്യൂച്വൽ ഫണ്ട് AMQ4 ഫ്ലാറ്റായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ കാശ് തന്നോ? അങ്ങനെ കാശ് തന്നു അറിഞ്ഞിരുന്നെങ്കിൽ വില കയറണമല്ലോ. പുള്ളിയും കയറണം. മാർക്കറ്റും എവിടെയും പോയില്ല. അതുപോലെ തന്നെ വോളിയൂമും എവിടെയും പോയില്ല. എന്നാൽ എന്താണ് അർത്ഥം? ഇപ്പോൾ ഗോൾഡ് ETF ജനങ്ങൾ വെളിയിൽ എടുക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ജനങ്ങൾ വളരെ സ്മാർട്ടാണ്. ഇതിനെ ഗ്ലോബൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതൊരു ഗ്ലോബൽ യൂസ് ആയിരിക്കും. ജനങ്ങൾ ഗോൾഡിനെ ഒരു പ്രോഫിറ്റബിളായിട്ട് കൺസിഡർ ചെയ്യുന്ന കാരണം വെളിനാട്ടിൽ വിൽക്കുന്നു. $2.65 ബില്യൺ വിറ്റിരിക്കുന്നു. ഇത് കാരണം നമുക്ക് എന്താണ് പ്രോബ്ലം എന്നാൽ, നമ്മളങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം. ഈ സ്വർണം ഉപേക്ഷിച്ച് മങ്ങാത്ത അകത്ത് വരുവാണെങ്കിൽ നമ്മൾ ഇതിനെ വിട്ടുകൊണ്ട് ഓടിപ്പോകണം. ഒരു ദിവസം പേടി കാണിച്ചതിൽ തന്നെ ഇതുപോലത്തെ മങ്ങാത്തമൊന്നും ഇതിൽ ഇല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് നിങ്ങളടുത്ത് പറയും. തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്കിൽ നല്ല ഒരു റിസൾട്ടാണ്. 7% ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം 725 ക്രോസായി മാർക്കറ്റ് എവിടെയോ ചെന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംശയിച്ചായിരുന്നു. ഈ ചാനലിൽ തന്നെ ഇതൊക്കെ വേസ്റ്റ്, ഒന്നും ആകൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു.
കേസും തീർന്നില്ല. ഇറ്റ് ഈസ് ഓൺലി 1.5 ടൈംസ് ബുക്കിലിരിക്കുന്നു. കാരണം ഇതൊരു 2 ടൈം ബുക്കാ പോയി. ലോങ് ടേമിൽ ഇത് പല മടങ്ങ് പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ആ കേസ് സെറ്റിൽ ആകുവാണെങ്കിൽ. എല്ലാ ഡിപ്പിലും നിങ്ങൾ കുറച്ചായി കൺസിഡർ ചെയ്യണം. ITC വന്നിട്ട് ടാബ്ലെ എന്നവരെ ചോക്ലേറ്റിനെ ഡെവലപ്പ് ചെയ്ത് പ്രീമിയം ചോക്ലേറ്റിൽ ഇറങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ അതിൽ തന്നെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണാമെന്നും അവർ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ട്രെൻഡും ബോണസിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയ് 29 മെയ് 29 അന്ന് നിങ്ങളുടെ അടുത്ത് ട്രെൻഡ് ഷെയർ 2 ഇരിക്കുകയാണെങ്കിൽ ഒരു ഷെയർ കിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട്. ബോണസിന് വിശ്വസിച്ച് കൺസിഡർ ചെയ്യേണ്ട. നുമാര് വൈറസ് സൂചിയാണ്. ഇവിടെ നിന്ന് ഒരു 50% വീഴേണ്ട ചാൻസ് വളരെ കൂടുതലുണ്ട്. ഐറ്റൻ എന്ത് പറയുന്നു എന്നാൽ സ്പോർട്സ് മാർക്കറ്റിന് അതിനെ വലുതാക്കിയ ആ ബിസിനസ് ഏരിയയെ ഞങ്ങൾ ഹൈ ഗ്രോത്ത് ഏരിയ ആയിട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഈ വിപ്രോയിന് ആൾറെഡി റീസെൻറ്റ് ടൈംസിൽ വാങ്ങിയിരുന്നവർ ഈ ബൈബാക്കിൽ റീറ്റെയിൽ ഇടുവാണെങ്കിൽ എത്രയും വരും എന്നതിന് അവർ കണക്കിട്ട് 8-ലിരുന്ന് 14% റിട്ടേൺ വരുമെന്ന് പറയുന്നു. നിങ്ങൾ അതിന് വാങ്ങി സപ്ലൈ ചെയ്യുവാണെങ്കിൽ 14% റിട്ടേൺ വരാൻ ചാൻസസ് ഉണ്ട് എന്ന കാര്യത്തിന് അവർ നിങ്ങൾക്ക് അറിയിക്കുന്നു. പിന്നെ ഇൻഫോസിസ് Q4 നന്നായിട്ട് പെർഫോം ചെയ്താലും ഡിസ്പ്ലേഷനറി എന്ന ഒരു വാക്കിനെ യൂസ് ചെയ്ത കാരണമും ഡിസ്പ്ലേഷനറി എന്ന് വെച്ചാൽ ഇരിക്കുന്ന കോൺട്രാക്റ്റിന് തന്നെ വില കുറയുമെന്നാണ് അർത്ഥം. ഞങ്ങൾ ആൾക്കാരെയും തിരികെ ചേർക്കാൻ പോകുന്നതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങളൊക്കെ കൊണ്ട് അത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. മഹേന്ദ്ര ഹോളിഡേയ്സിന്റെ Q4 റിസൾട്ട് പ്രോഫിറ്റ് വന്നിട്ട് 43% കുറഞ്ഞിരിക്കുന്നു. വീക്ക് പ്രോഫിറ്റബിലിറ്റി ഒരു കൺസേൺ എന്നാണ് പറയുന്നത്. ഇത് ലോങ് ടേമിൽ ഒരു പെർമനന്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഹോളിഡേ ഹോം പോലെ അതിനെ വാല്യൂ ചെയ്യുവാണെങ്കിൽ അത് പ്രോബ്ലമാണ്. സിബി എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ എത്രയും ഷെയറാണ് പ്ലെഡ് ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത് പറയാത്ത കാരണം നന്ദകുമാറിന്റെ മേളിൽ വാർണിംഗ് കൊടുത്ത് പിന്നെ പണിഷ്മെന്റും കൊടുക്കാൻ പോകുന്നു. ഇത് കാരണം മണപ്പുറത്തിൽ ഗവർണൻസ് ഒരു പ്രോബ്ലമായിട്ട് ഇരിക്കുമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ബെയിൻ ക്യാപിറ്റൽ ഈ പ്ലെഡ്ജ് ഷെയറിനൊക്കെ വാങ്ങും. ബെയിൻ ക്യാപിറ്റലിന്റെ ഓണറാ മാറും. ഇത് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം തന്നെ. പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ Q4 സ്റ്റോക്ക് വളരെ നന്നായിട്ടുണ്ട്, റാലി ചെയ്തിട്ടുണ്ട്. 594 കോടി രൂപ ലാഭത്തിലാണ്. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് എവിടെയും പോകൂല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാര്യവും നടന്നിരിക്കുന്നു. പ്രോഫിറ്റ് 14% ഇരുന്നാലും മാർജിൻ പ്രഷറിലാണ് ഇരിക്കുന്നു. അതിന് ശേഷം അൾട്രാടെക് സിമെന്റ് വളരെ ഖുഷിയാണ്. 6 വർഷത്തിൽ കാണാതെ അത്രയും പ്രോഫിറ്റ് ആണ് ഇത്ര ഇപ്പൊ കയറിയിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ വോള്യൂമും കയറിയിരിക്കുന്നു. അതിന്റെ ശേഷം ഇത് കാസ്റ്റ് മാത്രം കയറും എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇത് വന്നിട്ട് ഒരു കമോഡിറ്റി പ്രോഡക്റ്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആണിത്. ആവശ്യമില്ലാതെ ചെലവ് ചെയ്തപ്പോൾ കാശ് കൊണ്ട് ഇവരും വളരെ ഖുഷിയായിട്ടിരുന്നു. ഇത് കാരണം അൾട്രാടെക് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇന്ത്യ സിമെന്റ്സിനെയും അതകത്തെടുത്തു. ഇതുപോലൊക്കെ സിമെന്റിൽ അവർ സമ്പാദിച്ച കാശിനെ ഇട്ട് തന്നെ അത് ഈ RCB ഇനിയും അതുകൊണ്ടാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. മോനിന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയില്ല, എനിക്ക് മേളിൽ കളിക്കാൻ പറ്റിയില്ല. രഞ്ജിയിൽ ഒരു നല്ല പ്ലെയർ ആണ് അവരെ മോൻ. രഞ്ജിക്ക് മേളിൽ അവർക്ക് ചെല്ലാൻ പറ്റിയില്ല. കാരണം ശരി നീ വെച്ചോന്ന് പറഞ്ഞ് വിരാട് കോഹ്ലിയുടെ ടീമിനെ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. അവർ ചെയർമാനായിരുന്നു വിരാട് കോഹ്ലിയുടെ ടീമിൽ. അവരിപ്പോ ക്രിക്കറ്റ് ആടിക്കൊണ്ടിരിക്കുന്നു. നിപ്പോൺ AMC റിസൾട്ട് 30% കയറിയിരിക്കുന്നു. ഇതിൽ വലുതായിട്ട് ഗെയിംസ് ഒന്നും നമുക്കില്ല. പക്ഷെ നമ്മൾ AMCയെ കുറിച്ച് സംസാരിക്കുന്നതില്ല. വെറും പീസ ഇട്ട് കാശ് എടുത്ത് അത് 30% കോസ്റ്റ് കയറിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നു. സിറ്റി യൂണിയൻ ബാങ്കിന്റെ റിസൾട്ടും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഓൾറെഡി വൈറസ് സൂചിയാണ്. IDFCനെ കുറിച്ച് ഇന്നലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ ഫ്യൂച്ചറിൽ അവർക്കൊരു നല്ല ഒരു സ്പാർക്കിംഗ് ലൈഫ് ഉണ്ട്. നമ്മളെ വൈദ്യ പറഞ്ഞിട്ടുണ്ട്. ഈ ബാങ്കിലൊക്കെ ട്രഷറി ലോസസ് ഒക്കെ കയറും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്സും. ഇതിലുള്ള മുഖ്യ വാർത്ത എന്തെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിട്ട് ബാങ്ക് നോംസിന്, അതായത് ലോൺ നോംസിനെ ടൈറ്റൻ ചെയ്ത് ഇതുവരെയും എന്ത് കഥ എന്ന് വെച്ചാൽ 90 ദിവസം ഒരാൾ കാശ് കെട്ടിയില്ല എന്നാൽ തന്നെ ആ അക്കൗണ്ട് NPA. എന്ത് പറയുന്നു എന്നാൽ ഈ ക്രെഡിറ്റിനെ മെഷർ ചെയ്ത് ഏത് കമ്പനിയൊക്കെ NPA ആകും എന്നതെക്കുറിച്ച് നിങ്ങൾ തന്നെ നോക്കി എടുക്കുവാണെങ്കിൽ അതൊക്കെ വീക്ക് കമ്പനീസിന് നമുക്കറിയാൻ പറ്റും. എത്രയും ശ്രമിച്ച് വട്ടി കെട്ടിയാലും അവരൊക്കെ ഒന്നും കളിയൂല. എപ്പോൾ വേണമെങ്കിലും ഗോവിന്ദ ആകുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ECL എന്ന് പറഞ്ഞാൽ എമർജിങ് ക്രെഡിറ്റ് ലയബിലിറ്റി, അതിനനുസരിച്ച് ഇന്നും NPA നോംസിന് ടൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വന്നിട്ട് ഈ പബ്ലിക് സെക്ടർ ബാങ്കിനൊക്കെ വീക്കനാക്കുന്നു. കാരണം ഈ 2 ദിവസം കൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്കിലൊക്കെ ഒരേ പ്രോബ്ലം. അതേസമയം തന്നെ നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് കയറിയോണ്ടേ പോകുന്ന കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കയറുമെന്ന് ഓൺ റേറ്റ് ഒക്കെ കയറിയ കാരണം ഗവൺമെൻറ് ബാങ്കിനെ കമ്പൽസറിயாக വാങ്ങിയ പബ്ലിക് സെക്ടർ ബാങ്കിന് കുറച്ച് മാർക്കറ്റ് ലോസസ് കയറിയിരിക്കുന്നു.
കാരണം ഇപ്പോൾ PSCന് വളരെ സമയം മോശമാണ്. റോയൽ എൻഫീൽഡ് എന്ത് ചെയ്തു എന്നാൽ 50-350 CCയിൽ 3% മാർക്കറ്റിനെ പിടിച്ചു വച്ചിരിക്കുന്നു. എന്ത് തന്നെ തടയെ കൊണ്ട് കുപ്ര അടിച്ചാലും, എന്തുകൊണ്ട് തലയിട്ടടിച്ചാലും, നമ്മളെ ഹീറോ മോട്ടോഴ്സ് അർലി ഡേവിഡ്സനെ ഇറക്കിയാലും, ബജാജ് ത്രയംബിനെ ഇറക്കിയാലും, ഇപ്പോൾ ഹൈ ബൈക്കിലാണെങ്കിൽ പിടിക്കും. ബട്ട് ഇതിലൊന്നും കാര്യം നടക്കുന്നില്ല. 250-350 CCയിൽ ഫീൽഡ് തന്നെ രാജ പോലെ ഇരിക്കുന്നു. ഒരു ന്യൂസ് വഴികളൊക്കെ വരുന്നു, പക്ഷെ അതൊക്കെ സത്യമാണ്. ഈ മാരുതിയുടെ ചെയർമാൻ എന്ത് പറയുന്നു എന്നാൽ, വെറും EVയെ മാത്രം വിശ്വസിക്കരുത്, നമ്മൾ ബയോഗ്യാസിനെയും വിശ്വസിക്കണം. കാരണം ബയോഗ്യാസ് എഞ്ചിൻ വണ്ടിയും ചെയ്യാം എന്ന് പറയുന്നു. ലോകം ഫുള്ളും എവിടെ ചെല്ലുന്നോ ആ ഡയറക്ഷനിലാണ് നമ്മൾ ചെല്ലണം. ഞാനായിട്ട് ഒന്ന് കനവ് കണ്ട് ഈ കട്ടർ ഗ്യാസ് പോയാൽ നമ്മളൊക്കെ ഇതിനെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഫെയിലിയർ മോഡലാണ്. CNG കൂടെ കുറേ ദിവസത്തിൽ കാണാതെ പോവും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാൽ, ഈ പെട്രോൾ വില കയറാൻ പോകുന്നു എന്ന കാരണം ടാറ്റ വണ്ടിയും JSW ഒരു സ്മാൾ വെഹിക്കിളും വാങ്ങിയായിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ ഒരു അപ്പൂപ്പനുണ്ട്, ടയേർഡ് ആയിട്ടുള്ള അപ്പൂപ്പനാണ്. അവരുടെ അടുത്ത് 2 വണ്ടിയുണ്ട്. ടൊയോട്ടയുടെ ഒരു വലിയ വണ്ടി, എന്നിട്ട് ഷിഫ്റ്റ് ഡിസയറാണ്. ഒരു ദിവസം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ ഷിഫ്റ്റ് ഡിസയറിനെ കാണാനില്ല. അതിൻ്റെ ബദൽ ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു ടാറ്റ വണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഇന്നും അതിൻ്റെ രജിസ്ട്രേഷൻ ആയിട്ടില്ല. രജിസ്ട്രേഷൻ ആകാത്ത കാരണം എന്താണെന്ന് വാച്ച്മാൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് പെട്രോൾ ബില്ല് ഒരുപാട് വരുന്നു, ഇത് കാരണം ഇലക്ട്രിക് വാഹനം എടുക്കാം എന്ന് തീരുമാനിച്ച് അപ്പൂപ്പൻ ഇലക്ട്രിക് വാഹനം എടുത്തു. ഇങ്ങനെ അപ്പൂപ്പൻ കൺവിൻസ് ആയി ഇലക്ട്രിക് വാഹനം എടുത്തു എന്നാൽ അക്സെപ്റ്റൻസ് ഇന്നും അകത്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. കാരണം ഇപ്പോൾ ഈ ടാറ്റ ലെക്സി എന്ത് ചെയ്യുന്നു എന്നാൽ, EV ടെക്നോളജി ഞാൻ വച്ചിരിക്കുന്നു, JSW മോട്ടോർ വാങ്ങി ഗോ ചൈന, എൻ്റെ അടുത്തിരുന്ന് തന്നെ ടെക്നോളജി വാങ്ങിക്കോ, ഞാൻ നിനക്ക് R&D ഒക്കെ ചെയ്തു തരാം. അങ്ങനെ പറഞ്ഞ് JSWയും ടാറ്റ ലെക്സിയും ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്നു. ആമസോൺ തന്നെ കാശിടാൻ പറ്റുമോ എന്ന് നോക്കി ഗൂഗിളും ഒരു $40 ബില്യൺ ഇറക്കി. ഇന്നാ പിടിച്ചോ ആന്ത്രപ്പി, ടേക്ക് 40 ബില്യൺ ക്യാഷാ വാങ്ങാതെ എൻ്റെ അടുത്ത് ഒരുപാട് സ്പേസ് ഇരിക്കുന്നു, ക്ലൗഡാ യൂസ് ചെയ്ത് $50 ബില്യൺ ഇട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്നുള്ള മുഖ്യ വാർത്ത. റിമൈനിങ് ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാളെ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാർക്കറ്റിന് മര്യാദയ്ക്ക് റെഡിയായിട്ട് ഇറക്കാം. അല്ല കേൾക്കാതെ ഇവർ മ്യൂച്വൽ ഫണ്ട് കാശിനെ വെച്ച് ഒരു ദിവസം കയറ്റി മറുദിവസം ഇറക്കി ഓവറാളായിട്ട് അവർ ലോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റിൽ വലുതായിട്ട് വിളുന്നൊന്നുമില്ല എന്ന്. ഈ രൂപ വന്നിട്ട് 81 ഇരുന്നത്, ഇന്ന് 95-96 ഇരിക്കുന്നത്. നിങ്ങൾ ആക്ച്വലായിട്ട് ഇപ്പോൾ SBI പേ വാങ്ങുവാണെങ്കിൽ 97 എന്നാണ് കാര്യം പറയുന്നത്. ആ റേറ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 16-17% വീഴും. നമ്മൾ വെറും ഒരു 15% വച്ചിരിക്കും. ആ 23യും ഈ 23ക്കും തന്നെ ഒരു 15% ഡമാലാകും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 3500 പോയിന്റ് കിട്ടൂല. 23-ൽ നിന്ന് 3500 പോയിന്റ് ചെല്ലുവാണെങ്കിൽ 19,500. അതാണ് ഇപ്പോൾ ഇരിക്കുന്ന റിയാലിറ്റി. ആ റിയാലിറ്റിയെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ പേടിയായിരിക്കും. $1-2 ഗോൾഡ് ഇത് ನೋಕಾದೆ ಇದರ ತನ್ನ ಗೇಮ್ ಗಳಿക്കാം. ನನ್ನಿ ನಮಸ್ಕಾರ. ನಿಮಗೆ ಏನಾದರೂ ಸಂದೇಹ ಇದ್ದು ನನ್ನನ್ನು ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡಬೇಕು ಅಂತ ಅನ್ಕೊಂಡ್ರಿ ಅಂದರೆ ಸ್ಕ್ರೀನ್ ಮೇಲೆ ಬರ್ತಾ ಇರುವಂತ മെയിൽ ഐഡിಗೆ മെസ്സേജ് ಮಾಡಿ ನಮ್ಮ ടീം നിಮ್ಮನ್ನ കോൺടാക്ട് ಮಾಡ್ತಾರೆ. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാണ് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.